അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. ധർമ്മരാജയുടെ മരണശേഷം 1798 ബാലരാമവർമ്മ തൻ്റെ 16-ാം വയസ്സിൽ ഭരണമേറ്റെടുത്തു. ഇക്കാലത്തെ ദിവാനായിരുന്ന വേലുത്തമ്പി ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെയാണ് ദളവയായത്. ആദ്യകാലത്ത് കേണൽ മെക്കാളയുമായി നല്ല സൗഹൃദമുണ്ടായിരുന്ന ഇദ്ദേഹമാണ് അവിട്ടം തിരുനാളിനെക്കൊണ്ട് ബ്രിട്ടീഷുകാരുമായി കരാറിലേർപ്പെടാൻ നിർബന്ധിതനാക്കുകയും തുടർന്നാണ് രാജ്യത്ത് ഒരു ബ്രിട്ടീഷ് റെസിഡൻറ്റിനെ കമ്പനി നിയമിക്കുന്നത്. എന്നാൽ വേലുത്തമ്പിയുടെ തന്നെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് തിരുവിതാംകൂറിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ കേണൽ മക്കാളെ ഇടപെട്ടു. 1809 കുണ്ടറ വിളംബരത്തിലൂടെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. കൊച്ചിയിലെ മന്ത്രിയായ പാലിയത്തച്ഛനും വേലുത്തമ്പിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. നാഗർകോവിലിലും കൊല്ലത്തും നടന്ന യുദ്ധങ്ങളിൽ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ പരാജയപ്പെടുത്തി. അതുവരെയും യുദ്ധത്തിൽ സജീവമായി പങ്കെടുക്കാതിരുന്ന മഹാരാജാവും വേലുത്തമ്പിക്കെതിരെ തിരിഞ്ഞു. ബ്രിട്ടീഷുകാരാൽ പിടിക്കപ്പെടാതിരിക്കാൻ വേലുത്തമ്പി ആത്മഹത്യ ചെയ്തു. കീഴടങ്ങിയ പാലിയത്തച്ഛൻ മദ്രാസിലേക്ക് നാടുകടത്തപ്പെട്ടു. ഇതിനുശേഷം ആദ്യ റെസിഡൻ്റായിരുന്ന കേണൽ മക്കാളെ രാജാവിനെ അനേകം ഉടമ്പടികൾ ഒപ്പുവെപ്പിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ സൈനിക ശേഷി ഇല്ലാതാക്കുകയും തിരുവിതാംകൂറിൻ്റെ സ്വയംഭരണം അവസാനിപ്പിക്കുകയും ചെയ്തു. ഏറ്റവും ദുർബലനായ രാജാവ് എന്നറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവാണ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. തിരുവിതാംകൂർ പൂർണ്ണമായും ബ്രിട്ടീഷുകാരുടെ അധീനതയിലായ സമയത്തെ തിരുവിതാംകൂർ രാജാവാണ് അദ്ദേഹം. മെക്കാള പ്രഭു തിരുവിതാംകൂർ റെസിഡൻ്റായി അധികാരമേറ്റ സമയത്തെ തിരുവിതാംകൂർ രാജാവാണ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. ബ്രിട്ടീഷുകാരുമായി സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച തിരുവിതാംകൂർ രാജാവ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ ദിവാനായിരുന്നു വേലുത്തമ്പി ദളവ.